പള്ളിയിൽ നിൽക്കണമെങ്കിലും കുറച്ച് കള്ളത്തരം മറ്റും പഠിക്കണം. പക്ഷെ ഒന്നും പഠിക്കാത്ത എന്നെ പോലത്തെ നല്ല വ്യക്തികൾക്ക് എവിടെയും ഒരു സ്ഥാനം ഉണ്ടാവില്ല. എന്ത് ഈ സാബിർ താത്ത പറയുന്നത്? പള്ളിയിൽ നിൽക്കണമെങ്കിൽ കുറച്ച് കള്ളത്തരം പഠിക്കണമല്ലോ. സുബ്ഹാനല്ലാഹ്, എവിടത്തേക്ക് എത്തിയല്ലേ കാലം. ഈ പള്ളിയിൽ നിൽക്കുന്നത് ആരെന്നറിയോ? മുക്രി ഉസ്താദ്, ഖത്തീബ് ഉസ്താദ്, അങ്ങനെ ദീനിപരമായിട്ട് പഠിച്ച ആൾക്കാരാണ്. ഇവർ കുറച്ചെങ്കിലും കള്ളത്തരം പഠിക്കണമല്ലോ. എന്നിട്ട് പറയുന്ന വാക്കേട്ടാ, എന്നെ പോലത്തെ ആൾക്കാർക്കും ഉസ്താദന്മാരെ പോലെ നല്ല ആളുകൾക്ക് എന്ത് പറഞ്ഞ വാക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ സാബിർ താത്ത നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ബാക്കി കേൾക്കാം നമുക്ക്. കണ്ട, സാബിർ താത്താനെ പോലത്തെ ഉസ്താദന്മാരെ പോലത്തെ ആളുകൾക്കും ഇവിടെ സ്ഥാനങ്ങളില്ലാലും. പക്ഷെ സാബിർത്ത ഇന്ന് ആര് യൂട്യൂബിലത്തെ സ്റ്റാറാണ്. ഒരുപാട് പേര് സാബിർത്താൻ്റെ ലൈവുകൾ പോകുമ്പോൾ മില്യൺ ആൾക്കാരാണ് വ്യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല കാര്യങ്ങളല്ല സാബിർത്ത ചൊല്ലിക്കൊടുക്കേണ്ടത്. ഇത് എന്താണ് ഈ സാബിർത്ത ചെല്ലുന്നത്? ബാക്കി കേൾക്കാം നമുക്ക്. എന്താ നിങ്ങൾ അറിയോ? പറയണം ഏതോ രീതിയിൽ അങ്ങേയറ്റം പണം ഉണ്ടാക്കുന്ന ആളെ കൂടെ പിന്നാലെ ആള് പോയടോ അങ്ങേ അച്ഛ രീതിയിൽ പണം ഉണ്ടാക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടും കൂടെ ആള് എന്താ സ്വീകരിക്കാൻ ആള്, എന്താ സ്വാധീനം ചെലുത്തി കൊടുക്കാൻ ആള്. നിങ്ങളറിയോ? ഇതെല്ലാം ഉണ്ടേറ്റ സാബിറ നിങ്ങളോട് ഇത്തരം വാക്കുകൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അതുകൊണ്ട് കളവും വഞ്ചനയും ചതിയും എവിടെയുണ്ടോ അവിടെയാണ് ഇന്നത്തെ ആൾക്കാർ. കേട്ടോ? ഉസ്താദിന്റെ കാരണം ഒന്നല്ല. നമ്മൾ പലർക്കും കേൾക്കലുണ്ട് മദ്രസയിലെ കുട്ടികളെ പീഡിപ്പിച്ച് അങ്ങനെ ഇങ്ങനാക്കി തിരിച്ചു വിടുന്നത്. ഇത് എന്നെ പോലെ സത്യസന്ധതയുള്ള മനുഷ്യനായതുകൊണ്ട് ആ പള്ളി അത് ഒരു കാര്യങ്ങൾ സാബിർത്താൻ്റെ ഇഷ്ടപ്പാട്. കാരണം വെച്ചാൽ ഇന്ന് സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുള്ള. അവർ എങ്ങനെയൊക്കെ ആശാക്കിനോ എങ്ങനെ ഇതാക്കിനോ എന്നൊന്നും നോക്കുന്നില്ല. പക്ഷെ പള്ളിപരമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യം സാബിർത്താക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ സാബിർത്ത പറയുന്നു ഒരുപാട് മദ്രസയിൽ പീഡിപ്പിച്ച് ഉസ്താദ് പീഡിപ്പിച്ച് ഇതാക്കിയെന്ന്. സാബിർത്ത, ഈ 5 വിരലും ഒരുപോലെ അല്ല സാബിർത്ത. എല്ലാം വ്യത്യാസങ്ങളായിട്ട് വരും. ഒരാൾ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പം സാബിർത്താൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും നല്ലതായിരിക്കുമോ? ഇല്ലാല സാബിർത്ത. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടവരായിരിക്കും. ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും ഞാൻ നല്ല ആളിൽ നിന്ന് ഞാൻ പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ ആളുകൾ തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ആരുമില്ല. മനുഷ്യരാണാകുമ്പോൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിരിക്കും. പക്ഷെ സാബിർത്ത പറയുന്ന വാക്കുകൾ, സാബിർത്ത ഇത് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ആ ഉസ്താദിനെ അവിടെ നിന്ന് പുറത്താക്കിയില്ല, അതിനെ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. നല്ല കേൾക്കാൻ സാബിർത്താൻ്റെ വാക്കുകൾ ഇരിക്കും. നല്ല മനുഷ്യന്മാർക്ക് ക്വാളിറ്റി ഇല്ല. അതിനെ മനസ്സിലാക്കില്ല. ഇത് സാബിറാക്ക് പണ്ടേ മനസ്സിലായതാ. ഈ നല്ല മനുഷ്യന്മാർക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന സാബിർത്ത എന്തുകൊണ്ട് എന്നാണ് വെച്ചാലില്ലേ, സാബിർത്താൻ്റെ വീഡിയോകൾക്ക്, ഡാൻസ് ആടുന്ന വീഡിയോകൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് സാബിർത്ത അങ്ങനെ പറയുന്നത്. സാബിർത്താൻ്റെ വീഡിയോകൾക്ക് ഒരുപാട് ആളുകൾ ബാഡ് കമൻ്റ് ഇടുന്നുണ്ട്. പിന്നെ ചില ആളുകൾ അതെടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ നിങ്ങൾ ഡാൻസ് കളിക്കണം. പക്ഷെ സാബിർത്താൻ്റെ സന്തോഷം അങ്ങനെയാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ പറയേണ്ട ചില ഉസ്താദന്മാർ, ദീന് പറയേണ്ട ഉസ്താദന്മാർ അത് ദീന് പറഞ്ഞിരിക്കും. ദീനിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് അത് ദീൻ ഇസ്ലാമികപരമായിട്ട് പറഞ്ഞിരിക്കും. അല്ലാണ്ട് സാബിർത്ത പറയുന്നവരെ കുറ്റപ്പെടുത്തേണ്ടല്ല വേണ്ട സാബിത്ത. കാരണം വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ശരിയാണോ തെറ്റാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നാം. പക്ഷെ കാണുന്ന ജനങ്ങൾക്കത് തെറ്റായിട്ടേ തോന്നും. കാരണം നിങ്ങളെ പ്രായത്തിൽ, ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ ഞാൻ അങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ എന്നെയും ആൾക്കാർ പറയും. എൻ്റെ വീഡിയോക്കെല്ലാം ഒരുപാട് ആൾക്കാർ തെറി പറയുന്നുണ്ട്. അത് വേറെ വിഷയം സാബിർത്ത. പക്ഷെ എല്ലാവരും അതിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എൻ്റെ സാബിർത്ത. നടക്കുന്ന ആളും കൂടെ പോകുമ്പോ നല്ലവരായ ആൾക്ക് ഒരു മുൻഗണനയില്ല. എല്ലാത്ത ആളാ എന്താ സ്വീകരണം. കല്യാണം പറച്ചല് വേറെ, കല്യാണത്തിന് കൂട്ടല് വേറെ, ഷെയ്ക്കാറ്റ് കൊടുക്കല് വേറെ, പൊത്തിപ്പിടിക്കല് വേറെ. നല്ല ദീനും ദുനിയാവും ഇതുക്കും സലാത്തും ചൊല്ലി നടക്കുന്ന ആളെ ആർക്കും വിലയൊന്നല്ല. ഇത് അനുഭവത്തിൽ കൂടി പറയും, ഞങ്ങളുടെ അനുഭവത്തിൽ കൂടി പറയും.
കേട്ടോ. കറക്റ്റ്. അതൊരു അനുഭവത്തിൽ കൂടി സാബിർത്ത പറയുന്നുള്ള കാരണം എന്ന് വെച്ചാൽ സാബിർത്ത ഇങ്ങനെ ഡാൻസും കാര്യങ്ങളും കളിച്ചിട്ട് സാബിർത്താൻ്റെ മുമ്പേത്തെ ഒരു വീഡിയോയിൽ സാബിർത്ത പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും എന്നെ എല്ലാവരും കെട്ടിപ്പിടിക്കാൻ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ, എന്നോട് സുഖവിവരം അന്വേഷിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇതുകൊണ്ടായിരിക്കാം സാബിർത്ത അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അത് കറക്റ്റായിരിക്കും സാബിർത്ത പറയുന്നത്. അതുകൊണ്ട് പുല്ല് വിലയാ, പുല്ല് വില വേണം മാറാം, പുല്ല് വില. കളവും കളവും പിന്നെ വഞ്ചനയും ചതിയും നിറഞ്ഞ പുലിയോട്ടും എന്ന് പറയണത്. ഇതെല്ലാം നിറഞ്ഞ ആളെ കൂടെ പിന്നാലെ എല്ലാം പോയില്ലേ നിങ്ങള്? അങ്ങനത്തെ ആളെ പിന്നാലെ പോയില്ലേ നിങ്ങള്? പണം ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ട് മാങ്ങി വെച്ചില്ലേ പണം അല്ലേ? ഇതെല്ലാം അറിഞ്ഞത് കൊണ്ടും സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് മുന്നിൽ പറയുന്നത് കേട്ടോ. ഈ ഉസ്താദിനെ കണ്ണീരെടുക്ക, ഉസ്താദിന് ക്വാളിറ്റി ഇല്ല പോലെ. എന്തിനാ പള്ളിയിൽ നടക്കുന്ന ദീനിന് നിനക്കാത്ത കാര്യം ഉസ്താദ് കണ്ടപ്പോൾ ഉസ്താദിനെ പിടിച്ചു പുറത്ത്. സത്യ അതിൻ്റെ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ സാബിർത്ത? എനിക്കും അറിയില്ല. കാരണം വെച്ചാൽ അതിൻ്റെ സത്യം അറിഞ്ഞാൽ അതിൻ്റെ സത്യം സാബിർത്ത കൊണ്ടുവന്നതിന് ശേഷം സംസാരിക്കുക. ആരടുത്താണ് സത്യം, ആരടുത്താണ് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുമല്ല ഇപ്പോൾ നടക്കുന്നുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ AP സുന്നിയെന്നും EK സുന്നിയെന്ന് പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാകുന്നു. ചിലപ്പോൾ അതിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ വേറെന്തും കമ്മിറ്റിയിൽ നടന്നതാണോ? ഇതിൻ്റെ സത്യാവസ്ഥ സാബിർത്ത ഇങ്ങനെ ന്യൂസുകളെല്ലാം തരുന്നതാണെങ്കിൽ സാബിർത്ത ആ സത്യാവസ്ഥ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഒരുപാട് ഉസ്താദന്മാർക്ക് കള്ളത്തരം പഠിക്കണം. എന്താണ് സാബിർത്ത നിങ്ങൾ പറയുന്നത്? എന്റെ കമന്റിൽ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഞാൻ തുള്ളിക്കളിക്കുന്ന ഡാൻസ് കളിക്കുന്നത് വീഡിയോസ് ഇട്ടാൽ അതിന്റെ താഴെ വന്നിട്ട് ദീനിനെ പറയിപ്പിക്കുകയാണോ, ഇസ്ലാമിനെ പറയിപ്പിക്കുകയാണോ, നിന്റെ വീട്ടിൽ ആളില്ലേ, നാട്ടിൽ ആളില്ലേ, കുടുംബത്തിൽ ആളില്ലേ എന്നൊക്കെ പറഞ്ഞല്ല. അതെന്തിനാ? സാബിറ വലിയാടിയിട്ട അല്ലാലോ, സാബിറ കട്ടിട്ട് പേപ്പറിന് വന്നിട്ട അല്ലാലോ, സാബിറ മറ്റുള്ളവർ വഞ്ചിച്ചിട്ട അല്ലാലോ, സാബിറ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ട് ഇട്ടത് കൊണ്ടാണോ അല്ലാലോ, പല അന്യപുരുഷന്മാരെ കെട്ടിപ്പിടിച്ച് മറിഞ്ഞാടി യൂട്യൂബിൽ ഇട്ടത് കൊണ്ടാണോ അല്ല. സാബിറ ഒറ്റക്ക് റീൽസ് ചെയ്താണ്, ഒന്ന് തുള്ളിക്കളിച്ചൊന്ന് റീൽസ് ചെയ്താണ്. അതിനല്ലേ നിങ്ങൾ പറഞ്ഞ ദീനിനെ പറയിപ്പിക്കുന്നത്? ഇതിപ്പോ എന്തെന്നാടോ, ലോകം മുഴുവനും പറഞ്ഞല്ലടോ. എന്നെ കൊണ്ട് 95% നല്ലതേ പറയുള്ളൂ, 5% വേളന്മാരെ ദീനിനെ പറയിപ്പിക്കുന്നത് മറ്റേത് പറയുന്നുള്ളൂ. പക്ഷേ ഈ ഉസ്താദിനെ കൊണ്ട് ദുനിയാ ഒട്ടുക്കും ജനങ്ങൾ അറിഞ്ഞില്ലേ, ഹിന്ദുക്കൾ അറിഞ്ഞില്ലേ, മറ്റു മതക്കാർ അറിഞ്ഞില്ലേ, എല്ലാം അറിഞ്ഞില്ലേ? ഇത് എന്തെന്നാ പള്ളിയിൽ നിനക്കാർ എടോ, ഇത് അമുസ്ലിങ്ങൾ അറിഞ്ഞാൽ എന്ത് ചിന്തിക്കും? സാബിറ റീൽസ് ചെയ്താൽ അമുസ്ലിങ്ങളും പറയില്ല, 95% മുസ്ലിം പറയും. കാരണം എന്നോട് 95% ആൾക്കാർ എന്നോട് പറഞ്ഞു, സാബിറ നീ നല്ല വസ്ത്രത്തിലാണല്ലോ തുള്ളിക്കളിക്കുന്നത്, ജീൻസും പാന്റിലാണല്ലോ, നീ എവിടെയും ശരീരഭാഗം കാണിക്കുന്നില്ലാലോ, നീ നല്ല രീതിയിലാണ് തുള്ളിക്കളിക്കുന്നത് എന്നോട് പലരും പറഞ്ഞു. ഇങ്ങോട്ടേക്ക് ഇതിപ്പം ദീനിന് നിനക്കാത്തതല്ലേ ചെയ്തത്? ഞാൻ തുള്ളിക്കളിച്ചിട്ട് പലരും ആരിഫ മലപ്പുറം പല ഉസ്താദുമാരെ ബാലം വീണോയാ. പല ഉസ്താദുമാരും മലപ്പുറം മാരിഫയും മണ്ണാങ്കാട് ഷെരീഫും എന്ന് പറയുന്ന പല യൂട്യൂബറും ഞാൻ തുള്ളിക്കളിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ട് കാണിച്ചിട്ട് എന്താ ഹലാലും ഹറാമും പറഞ്ഞില്ല. ഇങ്ങോട്ട് ഇപ്പൊ ഉസ്താദിന്റെ ഈ കരഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ച ഉസ്താദ് നിന്ന ഇവിടെ പള്ളിയിലെ ആരിഫ ഷെരീഫ മറ്റുള്ള ഉസ്താദുമാരെ ഇത് നടന്നത് പള്ളിയിലാ ഇത് നടന്നത്. സാബിറാന്റെ അല്ല നടന്നേ. ദീനിന് നിനക്കാത്ത കാര്യങ്ങൾ പള്ളിയിലാണ് നടന്നത്. എന്താണ് പിന്നെ ഞാൻ ചോദിക്കുന്നു, എന്താണ് സാബിർത്ത് അവിടെ നടന്നത്? ആ ഉസ്താദ് കരയുന്ന കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് നടന്നത്? അവിടുത്തെ പ്രസിഡന്റോ കമ്മിറ്റിക്കാർ ആരെങ്കിലും പെണ്ണുങ്ങളെ പിടിച്ചിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾ പറയും സാബിർത്ത, അല്ലാണ്ട് ഇങ്ങനെ കുറച്ചു കൊണ്ട് കാര്യമില്ല സാബിർത്ത. നിങ്ങൾ അടങ്ങി നിന്നില്ലെങ്കിൽ എന്താണ് സാബിർത്ത ഉള്ളത്? നിങ്ങൾ അടങ്ങി നിന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം സംസാരിക്കുന്ന രീതി കുറച്ച് സ്ലോ ആക്കിയിട്ട് സംസാരിക്കുക സാബിർത്ത. എന്തിനാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ മുസ്ലിമിനെ താറടിച്ച് കാണിക്കുന്ന നിങ്ങളാണെന്ന് തോന്നുന്നത്? കാരണം വെച്ചാൽ നിങ്ങൾ പറയുന്നുള്ള ഓരോരോ വാക്കുകളുണ്ട്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാണുള്ളത്? അത് പറയാറോ നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടത്
ചില വാക്കുകൾ സാബിർത്ത ഇല്ലേ അതിരി കിടക്കുന്നുണ്ടോ എന്ന് സാബിർത്താക്ക് തോന്നുന്നില്ല. സാബിർത്ത മക്കളെ, ഇത് പള്ളിയിലാ നടന്നത്, മുസ്ലിങ്ങളെ കാണുന്നില്ല, ഉസ്താദുമാരെ കാണുന്നില്ല, ഇത് കാണുന്നില്ല, മറ്റുള്ള മീഡിയക്കാരൊന്നും കാണുന്നില്ല. ഇത് സാബിറ ഉള്ളി കളിച്ചിട്ട് ദീനിനെ പറയിപ്പിക്കുന്നത്. പള്ളിയിലാ നടന്നത്, അള്ളാഹുവിനെ നിരക്കാത്തത്, ദീനിനെ നിരക്കാത്തത് പള്ളിയിലാ നടന്നത്. അത് അപ്പൊ ഇപ്പൊ ഈ സാബിർത്ത പറയുന്നത് ദീനിന് നിരക്കുന്നതല്ലതാണോ, ദീനിന് ഇഷ്ടപ്പെടുന്നതാണോ, ദീനിപരമായിട്ടാണോ സാബിർത്ത ഇപ്പൊ സംസാരിക്കുന്നത്? അവിടെ ഒരു തെറ്റ് ചെയ്ത് സാബിർത്ത നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അത് ആ തെറ്റ് നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ ചെയ്ത് തെറ്റാണെന്ന്, പക്ഷെ അത് മറച്ച് വെക്കാനും പറഞ്ഞിട്ടുണ്ട്. അഥവാ നിങ്ങളെ കുടുംബത്തിലോ പിന്നെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പൊട്ടിയിട്ട് ആഘോഷിക്കേണ്ടതല്ല, അതിന് മറച്ച് വെക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാബിർത്ത, എന്ത് സാബിർത്ത നിങ്ങൾ പറയുന്നത്? എന്നിരുന്നാലും കണ്ട് കൈകൊണ്ട് പിടിച്ച് ഉസ്താദ് അതിന് കൂട്ട് നിൽക്കാത്തത് കൊണ്ട് ഉസ്താദിനെ പിരിച്ചു വിട്ട്. ഇത് ആ പള്ളിയിൽ മാത്രല്ലേ, ഇത് ആ പള്ളിയിൽ മാത്രല്ല, കണ്ണടക്കുന്ന ഒരുപാട് ഉസ്താദുമാരനൊക്കെ കണ്ണടക്കുന്ന പലതും കണ്ടിട്ട് കണ്ണടക്കുന്ന ഉസ്താദിനൊക്കറിയാം. കാനോത്ത് വരെ പോയിട്ട് ഉള്ളു കൂടി ചെയ്തു കൊടുത്തു. ഉസ്താദുമാര് പീഡിപ്പിച്ച് ഉസ്താദുമാർ അത് ചെയ്തതെന്ന് സാബിർത്ത പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് കണ്ണടക്കുന്ന ഉസ്താദന്മാരെ എനിക്കറിയാന്ന് ആ കമ്മിറ്റിയിൽ നടക്കുന്നുള്ളത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സാബിർത്ത തന്നെ കുട്ടിക്കൊഴിച്ചിട്ട് പറയുന്നുണ്ട്. ആ ബില്ല് കുട്ടിക്കൊഴിക്കുന്ന ആൾക്കാർ ഉസ്താദിന് വരെ എനക്കറിയാം. എന്നോടാരും ചോദ്യത്തിന് വരണ്ട, പാച്ചേലിയാൻ വിളിച്ചു പറയും, പാച്ചേലിയാൻ വിളിച്ചു പറയും. അവിടെ അടങ്ങി ഒതുങ്ങി നിന്ന വേളന്മാരെ അടങ്ങി ഒതുങ്ങി നിന്നു. കേട്ടോ വേളന്മാരെ. എന്ത് നിങ്ങൾ ഈ വിളിച്ച് പറയുന്നത്? അപ്പൊ ഈ നിങ്ങൾ പറയുന്നുള്ളത് എന്ത് സൈലന്റ് ആയിട്ട് നിന്നിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നുള്ളത്? നിങ്ങൾ എല്ലാം വിളിച്ച് പറയുന്ന തന്നെ ഉള്ളത്. അതുകൊണ്ട് ഇതെന്താ നടന്നേ, സാബിറ ഒന്ന് റീൽസ് ചെയ്തേല് പിന്നെ തീരിനെ പറയിപ്പിക്കുന്നത്, മഹലിനെ പറയിക്കുന്നത്, നാട്ടുകാരില്ലേ കുടുംബക്കാർ. എല്ലാ കുടുംബക്കാരൊന്ന് കേക്കിയത്, എല്ലാ കുടുംബക്കാരൊന്ന് കേക്കിയത്. ഇതെന്തെന്നാ ഇപ്പൊ ദീനിനെ പറയിപ്പിച്ച് എന്തെന്നാ? പള്ളിയിൽ നിരക്കാത്ത കാര്യങ്ങൾ, അള്ളാഹുവിന് പിടിക്കാത്ത, അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങൾ പള്ളിന്റെ അകത്ത് കണ്ടത് കൊണ്ടാണ് ഈ ഉസ്താദ്, ഹത്തീബായ ഉസ്താദ് പറഞ്ഞത്. അപ്പൊ ഉസ്താദിനെ പിരിച്ചു വിട്ടു. സത്യം ഉസ്താദ് ചൂണ്ടിക്കാട്ടിയതിന് ഉസ്താദ് പിരിച്ചു വിട്ടു. അങ്ങനെ എത്ര പള്ളിയിലോ നിങ്ങൾ ആദ്യം അതടക്കടോ. അതുകൊണ്ടല്ലേ ഈ സാബിറ വേളന്മാരാൽ ആരായാലും പറഞ്ഞ് അടങ്ങാത്ത എന്തുകൊണ്ടാ മഹാവൃത്തി കെട്ട് നടന്ന് നമ്മളെ കൂടെ ഉണ്ട്. ആളെ പിടിച്ചിട്ട് അകത്ത് കാച്ചിട്ട് ഫുഡ് കൊടുക്കാം. ദീനും ദിക്കും സലാത്തും ചൊല്ലി നടക്കുന്ന പോലെ വേണ്ട കേട്ടോ. ഒരുപാടുണ്ട് പറയാ കേട്ടോ. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് മനസ്സിലായാലും വേളന്മാരെ ഇത് മനസ്സിലാക്കില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. സാബിറ തുള്ളി കളിച്ചാൽ ഒരു ദീനും ദുനിയാവല്ല. അത് സാബിറാന്റെ ശരീരത്തോട് സാബിറ കാട്ടുന്നതാണ്. അത് വലിയ തെറ്റുമുണ്ടെങ്കിൽ അത് സാബിറ തന്നെയാ സഹിക്കണ്ടും കൊടുക്കണ്ടും ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണ്ടു. ഇതോ ദീനിന് നിനക്കാത്ത പള്ളിയിലാണോ നടന്നത്? ഇത് വേറെ സ്ഥലത്തിലെ റോഡിലോ സ്ഥാപനത്തിലോ നടന്നില്ല. ഞാൻ ഇങ്ങനെ നിങ്ങളോട് രൂക്ഷമായി പറയില്ലടോ. ഇത് നിങ്ങൾ ദീനിനെ പറയിപ്പിക്കുകയാണോ ഇസ്ലാമിനെ പറയിപ്പിക്കുകയാണോ? നിങ്ങൾ എനിക്ക് കമന്റ് വന്നിരുന്നില്ല. ഇതിപ്പോ മുസ്ലിങ്ങൾ വരെ കൈകൊട്ടി ചിരിക്കുന്നു. ഇത് പള്ളിയിലാ നടന്ന, പള്ളിയിൽ. ആ കണ്ണീര് ഉസ്താദിന്റെ ഒരു ദിവസം കൊണ്ടല്ല, നേരം പുലരാൻ കാത്തിക്കില്ല ആ ഹത്തീബിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു വിട്ടത്. ആ ഉസ്താദിന്റെ കണ്ണീരിന്റെ ശാപം വേളന്മാരെ ഇങ്ങക്കും കൂടി കേൾക്കാം. ഒക്കെ മക്കളെ അധികം പറഞ്ഞു പോയാൽ പിന്നെ അങ്ങനെ കടന്നു കേട്ടാ. മഹാവൃത്തി നാട്ടിൽ നടക്കുന്ന പോലെ പിന്നെ ആള് ഇല്ലേ? നിങ്ങൾക്ക് നല്ലോണം അറിയാലത്, നല്ലോണം നിങ്ങൾക്ക് അറിയാലോ. പലർക്കും കട്ട് പേപ്പറിൽ വന്നിട്ട് വരെ പിടിച്ച് അകത്ത് ഭക്ഷണം നിങ്ങൾക്ക് അറിയാലത് ഇല്ല. ഇന്ന് ലോകത്ത് നടക്കുന്നില്ല അത്. ലോകത്ത് മാത്രമല്ല, നമുക്കെല്ലാം അറിയാം. നിങ്ങൾ അറിയുന്നുണ്ടാ? കുറെ ഞാൻ മിണുങ്ങുന്നതാ, നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടോ. ഒരുപാട് പറയാനുണ്ട് എനിക്ക്. അതുകൊണ്ട് ഒരൊറ്റാക്കൂട്ടി മീണ്ടിപ്പോ. ഓക്കെ, എന്റെ 95% എന്റെ മുത്തുമണികളായ പിന്നെ എന്റെ വീഡിയോസ് കാണുന്ന മുത്തുമണികൾക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ മുന്നിൽ ഐ ലവ് യു പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ആമീൻ. സാബിർത്ത പറയേണ്ട വാക്കുകളെല്ലാം പറഞ്ഞു. കൂടുതലും ദീനിനെതാക്കുന്നുള്ളത്. അപ്പോൾ സാബിർത്ത ദീനിനെ പറ്റിയിട്ട് നല്ലതാന്ന് പറയുന്നുള്ളത്. ചെയ്ത തെറ്റുകൾ അങ്ങനെ ഇങ്ങനെയാണെന്ന്. എന്ത് സാബിർത്ത നിങ്ങൾ സംസാരിക്കുന്ന രീതി, ദീനിനെ സംസാരിക്കാൻ നിങ്ങൾക്കൊന്നും ആയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. ദീനിനെ പറ്റിയിട്ട് സംസാരിക്കാൻ
എന്നെ കൊണ്ടും പറ്റൂല, നിങ്ങളെ കൊണ്ടും പറ്റിയില്ല എന്ന് തന്നെ പറയും. ദീനിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ച ആൾക്കേ ദീനിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റും. അത് മതപണ്ഡിതന്മാർക്കേ പറ്റും, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. നിങ്ങൾ എന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, മദ്രസ എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഉസ്താദമാണ്, അത് കണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നുള്ളതെന്ന്. അപ്പം പിന്നെ നമുക്ക് ഈ ദീനിനെ പറ്റി എന്ത് അറിയുന്നുള്ളത്? എന്നിട്ട് നിങ്ങൾ ദീനിനെ ഇതാക്കാനും വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സാബിർത്ത, നിങ്ങളെ വീഡിയോ നല്ല വീഡിയോ ചെയ്തിട്ട് ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കുക സാബിത്ത. ഇങ്ങനത്തെ ഉള്ള വീഡിയോകളൊന്നും നിങ്ങൾ കൊണ്ടുവരില്ല സാബിത്ത, പ്ലീസ്. ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ്.